എല്ലാ വർഷം കാളയും കൊണ്ട് ഇവിടെ വരുന്ന ഒരാളാണ്. അപ്പൊ ചേട്ടൻ ഈ കാക്കൂർ കാളവയൽ ഏത് രീതിയിൽ നടക്കണം എന്നാണ് ശരിക്കും ആഗ്രഹിക്കുന്നത്? ഏറ്റവും നല്ല രീതിയിൽ നടക്കണമല്ലേ ആഗ്രഹം. അല്ല, അത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അതിനൊരു ഇതുണ്ടല്ലോ, മുൻകാലങ്ങളിൽ എന്തെങ്ങനെയാണ് ചേട്ടന്റെ ഒക്കെ കാലഘട്ടം വെച്ച്? എന്റെ രീതിക്ക് പറഞ്ഞാൽ ഇത് 135 വർഷം പഴക്കമുള്ള ഞങ്ങളുടെയൊക്കെ ചെറുപ്പം മുതൽ അച്ഛന്മാരുമായിട്ടൂടെ ഞങ്ങൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇത് ഈ ഓരോ ഈ നിയമ തടസ്സം കൊണ്ട് ഇങ്ങനെ കള ഓടിക്കാതെ വരുമ്പോ ഞങ്ങൾക്കൊക്കെ ഇവിടെ വരുമ്പോ കളയും കൊണ്ട് വരുന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കാശ് നഷ്ടം നോക്കാറില്ല, കള മേടിക്കും. ഇവിടെ വരുന്ന എല്ലാരും കാശ് നഷ്ടം നോക്കാതെ ഇതൊക്കെ മേടിച്ചോണ്ടൊക്കെ കാശ് പോകും. 10-20 രൂപ. നന്നായിട്ട് നമ്മൾ അടുത്ത വർഷം നടക്കുവാണെങ്കിൽ ഇതിൽ കൂടുതൽ ആളുകൾ ഈ വർഷം നടക്കുമെന്ന് വിചാരിച്ചാണ് ആൾക്കാർ ഒത്തിരി 10-15 കോടി കാളം മേടിച്ചിട്ടുണ്ട് ആൾക്കാർ. ഞാനും അതിൽപ്പെട്ട ആളാണ്. ഇത് ജിതിൻ, നമ്മുടെ യുവ ജനങ്ങൾക്ക് ഇടയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കാള സ്നേഹിയാണ്. കാളയുണ്ട്. അദ്ദേഹം ഈ കാക്കൂർ കാളവണ്ടി ഓട്ട മത്സരവും മരമടി മത്സരവും നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ ഇദ്ദേഹവും ഓരോ ദിവസവും 100-500 രൂപ ഒരു ജോഡി കാള വളർത്തുന്നതിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന, അതിന് വേറെ ഒരു ലാഭവും പശു വളർത്തുമ്പോൾ പറഞ്ഞ പോലെ പശു വളർത്തുമ്പോൾ നിങ്ങൾക്ക് ഈ കാളവയലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മള് 10 വർഷത്തിന് മേളിലായി ഇപ്പൊ നിന്ന് പോയിട്ട് നോക്കിയിരിക്കുന്നത്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ നിലവിലെ ആനയുടെ ഒരു കേസ് വന്നു, എഴുന്നള്ളിക്കാൻ പാടുന്നുണ്ടോ. നിമിഷ ഒരാഴ്ചയിൽ 2 ആഴ്ച കൊണ്ട് അതിനൊരു തീരുമാനമായി. ഹൈക്കോടതി വിധി അവരുണ്ടാക്കിയെടുത്തു. എന്ന് പറയുമ്പോൾ പോലെ നമ്മളിലും പ്രബലരായിട്ടുള്ള ആൾക്കാരാണ് മറ്റേ നാഷണൽ ലെവലിൽ വരെ പോയി. നമ്മുടെ സ്റ്റേറ്റ് ലെവലിലെ എല്ലാ സ്റ്റേറ്റിലെയും പരിപാടി മുടക്കി കളയാനായിട്ടുള്ള ശക്തരായിട്ടുള്ള ആൾക്കാരാണ് ഇതിനെതിരെ നിൽക്കണം. നോക്കുമ്പോൾ ഒരു കാളയായിട്ട് തോന്നും. അതിന്റെ ശക്തരാണ് അവര്. അവിടെയാണ് കൃഷിക്കാര്, സാധാരണ ആൾക്കാര് പരാജയപ്പെട്ടത്. നിങ്ങളിപ്പോ പറഞ്ഞത് ആരാണ് ഈ കാള ഇത് മുടക്കാനായിട്ട് നടക്കുന്നത്? വിദേശ ഫണ്ടുകളെ പോലെയുള്ള മൃഗസ്നേഹികളുടെ ഫണ്ട് പോലും അവരുടെ കീശ വീർപ്പിക്കുന്നത്, അവരുടെ ശരീരം വീർപ്പിക്കുന്നതുമായിട്ടുള്ള നടക്കുന്ന ആൾക്കാരാണ്. അവരാണ് ഇതിന് എതിരെ നിൽക്കുന്നത്. അവർക്കൊന്നും ഒരു മൃഗം പോലും വളർത്തിയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. അവര് പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? അവര് പറയുന്ന കാരണങ്ങൾ കാണാൻ പീഡിപ്പിക്കുന്നുണ്ട്. അവർക്ക് പീഡനം എന്താ അവർ ഉദ്ദേശിക്കണേ? പീഡനാണെങ്കിൽ ഇതിനെയാണേലും കൊന്ന ആൾക്കാർ മാംസമായിട്ട് ഉപയോഗിക്കുന്നില്ല. അതുമല്ല, നമ്മുടെ ഇതിന്റെ അകത്ത് വന്നേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാള വന്യജീവി ലിസ്റ്റിൽപ്പെട്ട സാധനം എന്ന് പറയും. വന്യജീവി ലിസ്റ്റിൽപ്പെടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാന്, കാട്ടുപോത്ത്, ഇങ്ങനെയുള്ള സാധനം അതൊക്കെ വന്യജീവിയാണ്. പക്ഷെ അങ്ങനെയുള്ള സാധനത്തെ നമ്മൾ കൊന്ന് ഭക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ അർഹരായ ആൾക്കാരാണ്. കാളനെ കൊല്ലുന്നില്ല, അവരാരും ജയിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ടോ? അപ്പൊ കുറെ ആൾക്കാര് വന്യജീവിയാണെന്ന് വന്യജീവി ലിസ്റ്റിൽപ്പെടുത്തിയല്ലേ ഇത് മുടക്കിയത്. അല്ല, അങ്ങനെയാണെങ്കിൽ പശു ഈ കാളയും പശുവും ആണും പെണ്ണും ആണല്ലോ. കാളും പെണ്ണും അങ്ങനെ ഒരു വകുപ്പിൽപ്പെടുത്തി ചെയ്തെന്നാണ് സുപ്രീം കോടതി വിധി മേടിച്ചേക്കുന്നത്. അപ്പൊ വന്യജീവികളെ വളർത്താനുള്ള നിയമം നമുക്കില്ല, അതിന് കൊല്ലാനുള്ള നിയമമില്ല. എന്തുകൊണ്ട് ഇതിന് കൊല്ലുന്ന ആൾക്കാരകത്ത് പോകുന്നില്ല? അപ്പൊ അങ്ങനെയാണെങ്കിൽ പശുവിനെ വളർത്താൻ പറ്റില്ല. വളർത്താൻ പറ്റില്ല. കാളേനെ കാറ്റഗറി തിരിച്ചു. അതാണ് പറഞ്ഞത്, കണ്ണടച്ചിട്ട് നമ്മൾ ഇട്ടാക്കുന്ന പരിപാടിയാണ് ഇതിന്റെ അത് ചെയ്തു വെച്ചേക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. രാജ്യാന്തര തലത്തിൽ പോയി ഈ പരിപാടി ഇന്ത്യയിലെ സകല സ്റ്റേറ്റുകളിൽ നിർത്തി കളയാനുള്ള ശക്തി അവർക്കുണ്ട്. കൃഷിക്കാരെ അതിന്റെ ഇടയ്ക്ക് തോറ്റുപോയി. അതാണ് സംഭവം. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലും മറ്റു അവർ ഓർഡിനൻസ് ഇറക്കി, കർണാടകത്തിലൊക്കെ കക്ഷി ചേർന്ന് ഓർഡിനൻസ് ഇറക്കി. വിധി വന്നപ്പോൾ സുപ്രീം കോടതി വിധി വന്നപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും മുടക്കിക്കൊണ്ടാണ് വിധി വന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും മുടക്കിക്കൊണ്ട് വന്ന വിധി എന്തുകൊണ്ട് അവർക്ക് മാത്രമായിട്ട് അനുകൂലിച്ച് വന്നു? മുടക്കാനുള്ളത് എല്ലാവർക്കും വന്നു. നടത്താൻ അനുകൂല വിധി വന്നപ്പോ എന്ത് കേരളത്തിനെ മാറ്റി നിർത്തിയത്, മറ്റുള്ള സംസ്ഥാനങ്ങളെ മാറ്റി നിർത്തിയത്? അല്ലാതെ ആരുടെ പോരായ്മ എന്തുകൊണ്ടായിരിക്കും? അത് സുപ്രീം കോടതി വിധി രണ്ടാമത് തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങൾ കക്ഷി ചേർന്നാണ് വിധി നേടിയത്. ആ വിധി നേടിയപ്പോൾ ഇത് നിർത്തലാക്കാനുള്ള വിധി എല്ലാവർക്കും അനുകൂലമായി. നടത്താനൊരു വിധി വന്നപ്പോൾ എല്ലാവർക്കും അനുകൂലമായില്ല. പറഞ്ഞ മനസ്സിലായോ? അതാണ് സംഭവിച്ചത്. അപ്പൊ നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ കന്നുകാലികളെ നമ്മുടെ കേരള ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനിപ്പോ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ഇതിന് അനുകൂല നിലപാടിൽ എത്തിയിട്ടുണ്ടെന്നും മറ്റേ നിയമസഭയിൽ ഓർഡിനൻസിനുള്ള ബില്ല് അവതരിപ്പിക്കുകയും ഇവിടെ നമ്മുടെ തിരുമാനാടിലുണ്ടായ ക്ഷീര കർഷകരുടെ അവരുടെ ഒരു ക്ഷീരസംഗമത്തിന് വേണ്ടിയിട്ട് വന്നപ്പോ അത് മറ്റേ ബഹുമാനപ്പെട്ട മന്ത്രി ഇതിനെക്കുറിച്ച് അനുകൂലിച്ച് പറയുകയും ചെയ്ത് നമുക്ക് ഉടൻ തന്നെ ഒരു ബില്ല് അവതരണം ഉണ്ടാവുമെന്നും ഇതിന് അനുകൂലമായ ഒരു വിധിയല്ല ഒരു ഓർഡിനൻസ് ഉണ്ടാവുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ മാസം 7-ാം തീയതി വരുമെന്ന് പറഞ്ഞാണ്, അത് ഇതുവരെയായിട്ട് വന്നില്ല. അത് കഴിഞ്ഞിട്ട് 3-ാം തീയതിക്ക് ഒരു ബില്ല് അവതരണം ഉണ്ടെന്ന് പറഞ്ഞു, അതിന്റെ അകത്തും വന്നിട്ടില്ല. അതിപ്പോ എത്രയോ നീണ്ടു പോണെങ്കിൽ
ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഇതിലേറെ ശക്തരായിരിക്കും. ഇപ്പൊ ഈ കാക്കൂര് വയൽ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ വിറ്റ് വന്നാൽ എന്നൊരു തീരുമാനം അവർക്ക് ഉണ്ടാക്കാം. അവരുടെ പുറകിൽ വരാണ്ടിരിക്കാം. കുഞ്ഞോസി, നിങ്ങൾ ചെറുപ്പം തൊട്ട് കാള വളക്കുകയും പശു വളക്കുകയൊക്കെ ചെയ്യണം. എന്താ ഒരു നിങ്ങൾക്ക് അങ്ങനെ അതിനോട് ഒരു നമ്മളിപ്പോ എതിരായിട്ട് ഇവിടെ ഈ പാരമ്പര്യമായിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിന്റെ ചോറിന് വളർന്നു. ഇപ്പൊ ലാവായാലും നട്ടാലും നമ്മൾ രണ്ടു പുറം വളർത്തുകൊണ്ട് കൊണ്ടുവരും. ഇതിനോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരു കൊല്ലം നമ്മൾ നടത്തിക്കൊണ്ട് ഒരു ദിവസത്തെ ചെലവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ഇത് വളർത്താൻ പറ്റില്ല. പിന്നെ ഇതുങ്ങളെ ഇപ്പൊ വളർത്താന്ന് പിള്ളേരെ വളർത്തുന്നവരെ കടയായിട്ടും നമ്മൾ വളർത്തുന്നുണ്ടാവും. പിള്ളേരെ വളർത്തുന്ന പോലെ നമ്മളിത് വളർത്തു പറക്കി വളർത്തും. ഇതിനൊക്കെ ദയാടെ ആൾക്കാരും പറഞ്ഞ ഇപ്പൊ ഒരു ദിവസം നമ്മളെ കിട്ടി നമുക്ക് 2 കൊച്ചാളെ നമ്മുടെ ഫ്രീ ആയിട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു കൊല്ലത്തേക്ക് അതുപോലെ തീറ്റയും കൊടുത്ത് വളർത്തി പറക്കി ഇതുപോലെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതിനെ ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കാം, കാശും മേടിക്കാൻ. ഇത് പിള്ളേരെ വളർത്തുന്ന കഴിഞ്ഞാൽ കടയായിട്ട് നമ്മളിത് വളർത്തോണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇത് വീണ്ടും നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ മാത്രം ഇപ്പൊ ഞാൻ ഇവിടെ കഴിഞ്ഞ കൊല്ലം വന്നു കഴിഞ്ഞ ഒരു 10 ജോഡി കാള ഈ കൊല്ലം കൂടുതൽ വന്നിട്ടുണ്ട്. 10 ജോഡി കാള കൂടുതൽ ഈ കൊല്ലം ഒരു 6 ജോഡി 8 ജോഡി കാള ഇനി വരാൻ കിടപ്പുണ്ട്. നമ്മുടെ ഇവിടെ ഈ ലൊക്കാലിറ്റി കിടക്കുന്ന കാളകള്. ഈ കാളകളൊക്കെ വളർക്കാന്ന് പറഞ്ഞാൽ നമ്മളിത് ഇതിനൊരു ചെറിയ ശ്രുതി നമുക്ക് കിട്ടിയതിന്റെ പേരിലാണ് ഇത്തരം കാളകൾ വന്നത്. ഈ കാള ഈ പ്രധാനം ഇവിടെ നടത്തുന്നു വന്നു കഴിഞ്ഞാൽ ഒരു 200 ജോഡി കാള എത്ര ചുരുങ്ങിയാലും ഇവിടെ വന്നിരിക്കും. ഏത് കൊച്ചുപിള്ളേ എത്ര രൂപ ഇപ്പൊ നഷ്ടമായാലും ലാഭമായാലും ശരി, ഒരു ദിവസം നമുക്ക് എത്ര രൂപ ചെലവായാലും ശരി, ഇത് ഒരു 100 ജോഡി കാള നമ്മുടെ നാട്ടിൽ വരും. പക്ഷെ ഇതിനെയൊക്കെ നമ്മൾ വളർക്കാന്ന് ഇന്ന് കഞ്ഞി വയ്ക്കാൻ പശയില്ലാത്താണ് ഇതിനെ വളർക്കുന്നവർ. ഒരു പോർക്കാരനോ കാര്യങ്ങളൊന്നും ആരും വളയ്ക്കല. ഒരാൾ പോർക്കാരൻ ചാക്കോച്ചാനും മറ്റേ അവര് മാത്രമേ ഉള്ളൂ പോർക്കാരനായിട്ട്. ലെറ്ററിൽ നിന്ന് കാശ് ഒരാളുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. യുക്കളിലെ ആൾക്കാര് അവന് മാത്രം ഇതിന് ഖരായിട്ട് അവൻ അവിടെ ഇരുന്ന് മേടിച്ചതാണ്. ഈ കാള കണ്ടുകൊണ്ട് ഓൺലൈൻ കണ്ട് മേടിച്ചു. പണ്ടൊക്കെ കൃഷി ആവശ്യങ്ങൾക്ക് കണ്ടെന്ന് പറഞ്ഞാൽ കൃഷി ആവശ്യത്തിന് നമ്മൾ ഉപയോഗിച്ചോണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നില്ല, കാര്യങ്ങളൊന്നും ഉപയോഗിച്ചില്ല. എന്നിട്ട് നിങ്ങൾ ഈ കാളേനെ ഇപ്പോഴും കൊണ്ടു നടക്കാനുള്ളതിന്റെ കാരണം എന്താണ്? നമുക്ക് ഇതിനോടുള്ള കരവും കാര്യങ്ങളും ഇതിനെ വളർക്കാന്ന് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിന്റെ ചോറുണ്ടാണ് നമ്മൾ 5 പിള്ളേര് വളർന്നേക്കണേ. ഞാൻ എന്റെ ഏട്ടന്മാർ എന്റെ ഒരു പെങ്ങളുണ്ട്. ഞങ്ങൾ 5 പിള്ളേര് വളർന്നേക്കണേ. ഇതിന്റെ ചോറുണ്ട് ആണ് നമ്മൾ വളർന്നേക്കണേ. ഇപ്പൊ 91 എന്റെ അച്ഛൻ മരിച്ചു. 92 കാളയില്ല. 93 കാലഘട്ടം മുതൽ ഞാൻ ഇവിടെ ഒരു ജോഡി കാളയായിട്ട് വന്നിട്ടുന്ന. ഈ കൊല്ലം ഇപ്പൊ 3 ജോഡി കാള നമ്മൾ ഇന്നലെ രാത്രി പോയി മേടിച്ചാണ് ഞാൻ ഒരു ജോഡി കാള. നമ്മളെന്തായാലും നമ്മളിതിങ്ങനെ വളർത്തോണ്ടിരിക്കണം. ഇപ്പൊ ഓട്ടം ഉണ്ടേലും ഇല്ലേലും ശരി, നമ്മൾ ഒരു ജോഡി കാളയും വളർക്കും. കാള വണ്ടിയായിട്ട് നമുക്ക് വേണ്ട വണ്ടിയുണ്ട്, കാളയുണ്ട്. ഇത് എന്തായാലും നമ്മുടെ ആയുസ് കാലം വരെ ഇത് നമ്മൾ വളർക്കും. ഓട്ടം നടന്നാലും നടന്നില്ലേ അത്രമാത്രം കാളയായിട്ട് അത്രയും മാത്രം നമുക്ക് ഇതിനോട് ഹരവും ഇതിനോട് ഇഷ്ടമാണ്. അത്രയും മാത്രം നമുക്ക് ഇതിനോട് താല്പര്യമായിട്ട് നമ്മൾ വളർക്കുന്ന ഒരാളാണ്. ഇത് നമ്മുടെ പിള്ളേരോ നമ്മുടെ അമ്മയോ ചോറിന്റെ ശരി, ഇതിനെ ഒരു ദിവസം പോലും നമ്മള് കുളിപ്പിക്കാത്ത, ഒരു ദിവസം പോലും വെള്ളം കൊടുക്കാത്ത ദിവസങ്ങളില്ല. തീറ്റ കൊടുക്കാത്ത, വെള്ളം കൊടുക്കാത്ത, കുളിപ്പിച്ച് പെറുക്കി തിരുമ്മി പെറുക്കി കെട്ടുക. ഈ കാളയൊക്കെ കൊണ്ടുവന്ന് തീർത്ത് കുട്ടിക്കാളയായിട്ട് കൊണ്ടുവന്ന ഇതൊക്കെ ഇത്ര ആക്കി എടുക്കാന്ന് പറഞ്ഞ് എത്ര രൂപ ഒരു ദിവസം ചെലവുണ്ട്. ഇന്നൊരു പശുക്കിടാവ് നമ്മൾ നിസ്സാരം തന്നെ ഒരുത്തരം വിളക്കുക. ഇന്ന് പെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 ദിവസം ആകുമ്പോഴത്തേന് പശുക്കിടാവ് എത്ര എച്ചപ്പിന്റെ കുട്ടിയായാലും ശരി അറക്കാൻ കൊണ്ട് കൊടുക്കും. ഇന്ന് നാട്ടിലോട്ട് ഒരു പശുവിന് വില എത്രയായി? ഇന്ന് 80,000 രൂപ 90,000 രൂപ കുറഞ്ഞൊരു പശു നാട്ടിലോട്ട് കിട്ടണില്ല. അത് വളർത്തിട്ട് ഇന്ന് നഷ്ടമാ ആൾക്കാർക്ക്. ഇന്ന് ഭയങ്കര പാർട്ടികൾക്ക് ഫാമുകാർക്ക് മാത്രമേ ഉള്ളൂ ഇന്ന് പശുക്കള് വളർക്കാം. സാധാരണക്കാരനെ കൃഷിക്കാരനെ പോലെയുള്ള ആൾക്കാർ മുഴുവൻ പശു തന്നെ വളർത്ത നിർത്തി. ഇന്ന് എല്ലാ വീട്ടിക്കടയും തൊഴുത്തിക്കട വിറവും കാര്യങ്ങളൊക്കെയാണ് മേടിച്ച് ഈ അടുക്കി വെച്ചേക്കണത്. ഇന്ന് എല്ലാ തൊഴുത്തിക്കടയും വലിയ തൊഴുത്തിക്കട എല്ലാം വിറകാണ് അടുക്കി വെച്ചേക്കണത്. ഇത് നമ്മൾ വളർക്കാന്ന് പറഞ്ഞാൽ പിള്ളേരെ വളർക്കുക. ഇപ്പൊ ഇത് നമ്മുടെ കൊച്ചാണ്. ഈ കൊച്ചിനെ വളർക്കണേ കഴിഞ്ഞ കടയായിട്ടാണ് നമ്മൾ ഈ മൃഗത്തിനെ നമ്മൾ വളർക്കണത്. അതിൻ്റെ ഒരു നല്ലോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാണ്ട് ഇപ്പൊ ഒരടി ഇന്നത്തെ ദിവസം നമ്മൾ കൊടുത്താൽ വീട്ടിൽ ചെയ്യുന്നത് രാത്രി ചൂടും വെച്ച് അത് ശാലം ചൂടുവെള്ളം ഉണ്ടാക്കിയാൽ ഉപ്പിട്ട് ചൂടും വെച്ചാൽ കിടന്നുറങ്ങുള്ളൂ. പിള്ളേരിന്ന് കഞ്ഞി കുടിച്ചോന്ന് നമ്മൾ ചോദിക്കരാ, ചെല്ലുക കയറി കിടക്കുക. ഈ കൊച്ചിക്ക് ഇപ്പൊ രാവിലെ പോലെ എന്റെ കൂടുതലാണ്. ഈ കൊച്ചു കഞ്ഞി കുടിച്ചോന്ന് നമ്മൾ ചോദിക്കരാ. വീട്ടിൽ ചെല്ലുമ്പോ വേണമെങ്കിൽ കൊച്ചു കൊണ്ടോളും. കൊച്ചു നമ്മൾ ചോദിക്കരാ. ഈ കാളയ്ക്ക് നമ്മൾ രാത്രി 2 മണിയായാലും ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിന് ഭക്ഷണം കൊടുക്കാണ്ട് അതിന് ചൂട് വെച്ച് കുളിപ്പിക്കാണ്ട് നമ്മൾ കിടന്നുറങ്ങിയരാ. ആ രീതിക്ക് നമ്മൾ ഈ മൃഗത്തിനോട് വളർക്കണ ആളാണ്.
എനിക്കിപ്പോ ഈ 44 വയസ്സായി. 44 വയസ്സിന്റെ ഇടയ്ക്ക് നമ്മുടെ അച്ഛൻ 91 മരിച്ച ഒരാളാണ്. നമ്മൾ അന്ന് മുതൽ ഇവിടെ കാളെ കൊണ്ടുവന്നത്. ഞാനത് ഈ മമ്മൂക്ക കാര്യങ്ങളൊക്കെ ഇവരൊക്കെ ഒരുപാട് കാളെ കൊണ്ടുവന്നിട്ടുന്ന ആളാണ്. അപ്പൊ നിയമപരമായിട്ട് ഓട്ടം നടക്കുന്ന നിയമപരമായിട്ട് ഓട്ടം നടക്കുന്ന വിശ്വാസത്തിലാണ് നമ്മൾ ഈ മൃഗങ്ങൾ ഇന്ന് കൊണ്ടുവന്നത്. കഴിഞ്ഞ കൊല്ലം കൊണ്ടുവന്ന കഴിഞ്ഞാൽ ഒരു 15 ജോഡി കാളയോളം കൂടുതൽ വന്നു. ഒരു 5-8 ജോഡി കാള ഇപ്പോഴും വരാൻ കിടക്കുന്നുണ്ട്. ഇപ്പൊ ഇത് വരുമെന്ന് ഓർത്ത് മാത്രം നമ്മൾ കൊണ്ടുവന്നതാണ്. ഇപ്പൊ ഇത്രയും ഇങ്ങനെ ഇപ്പൊ വരികരാ ഇന്ന് പരിപാടി നടക്കരാന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇപ്പൊ വന്നേച്ച് നമ്മള് ബാബുചാട്ടൻ വെച്ച് മോരും കൂട്ടി ചോറും ഉണ്ടാച്ച് നമ്മള് വീട്ടിൽ പോകുക. അത് അഴിച്ചു വരക്കേ ഇതൊരു ദിവസം വളക്കാന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചെലവ് എത്രയായിരം രൂപയാന്ന് ഓർക്കണം. ഈ കാളകളൊക്കെ മോഹവില കൊടുക്കുന്നു. പിന്നല്ലേ മോഹവിലക്കല്ലേ മേടിക്കുന്നത്. ഇതിപ്പോ നമ്മളിപ്പോ ഇവിടെ കഴിഞ്ഞാലും നമ്മളിവിടെ കൊണ്ടുവന്ന ഒരു കാള കൊടുത്തിട്ടെന്ന് കഴിഞ്ഞാൽ ഇവിടെ 60,000 രൂപയ്ക്ക് കടുത്ത കാളപ്പം കമ്പത്ത് 9 ലക്ഷം രൂപ വിലയായി. 60,000 രൂപയ്ക്ക് നമ്മൾ ഇവിടുന്ന് കൊടുത്തതാണ്. ആ കാളയ്ക്ക് ഇവിടെ 9 ലക്ഷം രൂപ വിലയായി ഈ ഒരു കൊല്ലം കൊണ്ട്. 60,000 രൂപയ്ക്ക് നമ്മൾ കൊടുത്ത മാട് കണ്ടിങ്ങടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാള കണ്ടിങ്ങടെ അവിടെ ഓടി ചെന്ന് 2 പ്രൈസ് പിടിച്ചപ്പോ ആ കാളയ്ക്ക് ഇപ്പൊ 9 ലക്ഷം രൂപ വിലയായി. അതാണ് അതിന്റെ ഒക്കെ കാര്യങ്ങള്. ഇപ്പൊ കാരണവന്മാരായിട്ട് രാമചാന്റെ കാലയില്ലാണ്ട് രാമചാന്റെ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇവിടെ കാളയായിട്ടും വണ്ടിയായിട്ടും വന്ന ഞാൻ എന്റെ അത്ര കാര്യങ്ങള് നമുക്കിനോടുള്ള താല്പര്യം ഇത് പറ്റുന്ന കാലം വരെ നമ്മൾ വളർത്തും. ഇവിടെ കാക്കൂര് ഓട്ടം ഉണ്ടായാലും ഇല്ലേ നമ്മൾ പറ്റുന്ന കാലം വരെ നമ്മൾ വളർത്തിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും ഓട്ടം ഉണ്ടെങ്കിലും ഓടിയിട്ടുണ്ടായാലും ഇല്ലേലും ശരി ഇത് നമ്മള് ഇവിടെ തന്നെ ആയാലും കാക്കൂർ അശ്വതി പറഞ്ഞ കാർത്തിക രോഹിണിയാണെന്ന് നമ്മൾ അന്ന് പോലെ അശ്വതി അന്ന് പോലെ നമ്മുടെ രോമം ഏക്കും. നമ്മുടെ രോമങ്ങൾ ഏക്കും. അന്ന് പോലെ നമുക്ക് ആർക്കും ഉറക്കയില്ല. ഇന്നിപ്പോ 3 ദിവസമായി ഈ കാള മേടിക്കാൻ പോയി നമ്മൾ ഉറക്കയില്ലാണ്ട് കിടന്നിട്ട് 3 ദിവസമായി ഇന്ന് ഉറങ്ങിയിട്ട് കട്ടില കിടന്നിട്ട് വരെ. ഇന്നലെ രാത്രി 12 മണി രാത്രിയായപ്പോ പോയി മേടിച്ചോണ്ടുന്ന കാള ഉണ്ടെങ്കിൽ അതേ കുട്ടിക്കാള ഉണ്ടെങ്കിൽ ഇതേ നിൽക്കുന്ന കുട്ടി ഉണ്ടെങ്കിലെ ഇന്നലെ 12 മണി രാത്രിയായപ്പോ പോയി മേടിച്ചോണ്ടുന്ന കാളെ. കാളെ ഇല്ലാണ്ട് ഇന്നുവരെ വന്നിട്ടില്ല. അപ്പൊ നേരെ വെറുതെ നമ്മുടെ ഇപ്പൊ ഇവിടെ വന്നാ കൊച്ചിക്ക അത്ര കാളയില്ല എന്ന് ചോദിച്ചു. അന്നേരം പോയി മേടിച്ചോണ്ടുന്ന കാളെ. അവിടുന്ന് പറഞ്ഞു അതിന് പണം വരെ കൊടുത്തിട്ടില്ല. പണം വരെ പോക്കറ്റിരിക്കുക. ഇപ്പൊ വണ്ടിയെ കൊടുത്തു വിടണം. വണ്ടിയെ കയറ്റി വിട്ടാ വണ്ടിയെ പൈസ കൊടുത്തു വിട്ടാക്കാൻ തോന്നുന്നു. അപ്പൊ ആരുണ്ടായാലും ഇപ്പൊ വേണേ കൊടുത്താൽ കേട്ടോ. ആ വിലനാ. അപ്പൊ നമ്മള് അറക്കാൻ കൊടുക്കൂല ഈ മൃഗം. നമ്മുടെ കയ്യിൽ ഞങ്ങൾ ഈ മുതൽ മേടിച്ച് ഞങ്ങൾ വളർത്തുന്ന ആരും അറക്കാൻ കൊടുക്കാം. കൊല്ലം ജില്ലക്കാരനാണ്. എന്റെ പ്രോപ്പർ സ്ഥലം എന്ന് പറയുന്നത് മുഖത്തലയാണ്. എന്നെ മുഖത്തല ജേക്കബ് സാർ എന്നാണ് എല്ലാരും എന്നെ അറിയുന്നേ. ഈ തെക്കൻ കേരളത്തില് കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ ഈ 4 ജില്ലകളിലും ഇൻക്ലൂഡിങ് മൂവാറ്റുപുഴ, എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കക്കൂരും വന്ന് വർഷങ്ങളായി മരവടി നടത്തി പാരമ്പര്യമുള്ള വ്യക്തിയാണ്. ഞാൻ കേരളത്തിൽ മരവടി നടത്താൻ തുടങ്ങിയിട്ട് 45 വർഷമായി. എന്റെ പ്രിയ സുഹൃത്തായ ശ്രീ മൂവാറ്റുപുഴ ജോണിച്ചേട്ടൻ എന്റെ അടുത്തേക്ക് 1976 മുതൽ പുള്ളി തെക്കൻ കേരളത്തിൽ നടക്കുന്ന മരവടി, പ്രത്യേകിച്ച് കൊല്ലം, തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന ഒരു മരമടിയും മുടങ്ങാതെ വന്ന് കാണുന്ന ഒരു മാന്യ വ്യക്തിയാണത്. അദ്ദേഹത്തിന് ഈ 2024 ഡിസംബർ മാസം 8-ാം തീയതി ഒരു മരവടി നടക്കുമ്പോൾ ആ സ്ഥലത്ത് വെച്ച് പബ്ലിക്കായിട്ട് ഏതാണ്ട് ഒരു 10,000 ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു വേദിയിൽ വെച്ച് ഞാൻ പൊന്നാട അണിയിച്ച് ആദരിച്ച് വ്യക്തിയാണ്. ഞങ്ങൾ തമ്മിൽ ജ്യേഷ്ഠൻ അനുജൻ എന്നൊരു ബന്ധം ആയിട്ടാണ് നടക്കുന്നത്. കാള വാങ്ങണം, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുകയും ഞങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങള് ഈ ഇത് കൽപ്പന മരവടി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1995 മരവടി തെക്കൻ കേരളത്തിലെ മരവടി സിസ്റ്റം മാതിരി ഇവിടെ തുടങ്ങിയത്. അതിനു മുമ്പേ ഇവിടെ വയൽവാണി ഭൂവും കാളവണ്ടി മത്സരവും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു. 95 മാർച്ച് മാസം 3-ാം തീയതിയാണ് എന്റെ ഓർമ്മ. ഇവിടെ ഭരണി കാർത്തിക രോഹിണി ഭരണി കാർത്തിക രോഹിണി നാളിൽ നടക്കുമ്പോൾ ആ മരവടി നടത്താൻ ആദ്യം വന്ന ഒരു എളിയ വ്യക്തിയാണ്. ഇന്ന് മരവടി രംഗത്ത് മത്സരിക്കുന്ന 3 ജോഡി കാള എന്റെ
കൊച്ചുമകന്റെ പേരിലുണ്ട്. അപ്പോ ഞാൻ ഇപ്പോഴും ഞാൻ പഠിപ്പിച്ച പിള്ളേരാണ് ഇപ്പോ ഈ മറുപടി നടത്തുന്നത്. ഞാൻ മാറി വെക്കുന്നത്. അപ്പൊ എന്നെ അറിയാവുന്ന ഒരു പലരും ചോദിക്കും, എന്താണ് ജേക്കബ് സാർ മാറി നിൽക്കുന്നത് എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, എന്റെ മകൻ കൊച്ചുമകന്റെ പേരിൽ കാളെ അടിക്കുന്നുണ്ട്, ഞാൻ അതിനകത്ത് നടത്തുന്നത് അനൗചിത്യമാണ്. അവിഹിതമായിട്ട് അത് സമ്മാനം, എന്റെ കാളെ പോയാൽ എവിടെയും സമ്മാനം നേടുന്ന ആളെ. അപ്പൊ ഈ കാളെ വീട്ടിലെ ഞാൻ നിർത്തുന്നു. അപ്പൊ അങ്ങനെ ഞാനൊരു കാർഷിക കുടുംബത്തിൽ ജനിച്ച് 3 MA കാരനാണ് ഞാൻ. എന്റെ അച്ഛന് ഒരു മകനേ ഉള്ളായിരുന്നു. എന്നെ ജോലിക്ക് വിട്ടില്ല. എനിക്ക് പോലീസ് സബ് ഇൻസ്പെക്ടറായിട്ട് ഡയറക്ടർ സെലക്ഷൻ കണ്ണൂരിൽ കിട്ടിയിരുന്നു. എന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ എടുത്ത് എന്റെ അച്ഛൻ മാറ്റിവെച്ചതാണ്. നീ ഒരു മകനേ ഉള്ളൂ, നീ എങ്ങും പോകണ്ട. പക്ഷെ എന്റെ അച്ഛൻ മരിച്ചിട്ട് 25 വർഷം അതിന്റെ ജൂബിലി ആഘോഷിക്കാൻ പോകുന്നു. പിന്നെ എന്നെ ജോലിക്ക് വിട്ടില്ലെങ്കിലും എന്റെ ജഗദീശ്വരൻ എന്നെ നല്ല ഒരു രൂപത്തിലാണ് ഉണ്ടാകുന്നത്. എനിക്ക് രാഷ്ട്രീയമുണ്ട്. ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് 10 വർഷം സേവനമനുഷ്ഠിക്കുന്നതാണ്. പിന്നെ എന്റെ രാഷ്ട്രീയത്തിന് ഉപരിയായിട്ട് വിവിധ രാഷ്ട്രീയക്കാരുമായിട്ട് എനിക്ക് അഭേദ്യമായ ബന്ധവും സ്നേഹവും ഉള്ള വ്യക്തിയാണ്. പിന്നെ കേരളത്തിൽ ഈ മറുപടി നടക്കുന്നത് വടക്കേ ഇന്ത്യയില് ഒന്നും അറിയാൻ വയ്യാത്ത കുറച്ച് വക്കീലന്മാരെ ഇത് പീഡനമാണ്, മറ്റേതാണ്, കുറച്ചതാണ്. കാരണം എന്നെ 3 ജോഡി കാള ഒരു ദിവസം നിൽക്കുന്നതിന്റെ ചെലവെന്ന് പറയുന്നത് 3000 രൂപയാണ്. ഒരു ദിവസം നിൽക്കുന്നതിന്റെ ചെലവ്. പിന്നെ അത് അതിന്റെ ഭക്ഷണത്തിനും കാര്യങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അപ്പൊ അത് വർഷങ്ങളായിട്ട് നിൽക്കുമ്പോൾ ഇത്രയും, അപ്പൊ നിങ്ങൾക്ക് എന്തോ വെളിവില്ലയോ എന്ന് വേണമെങ്കിൽ ചോദിക്കും. പക്ഷെ അതല്ല, ഞാൻ ഇതിനെ സ്നേഹിക്കുകയും ഇതൊരു സ്പോർട്സായിട്ട് അംഗീകരിക്കണം എന്നുള്ള അതിയായ താല്പര്യമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇപ്പോഴും ഇതിൽ തുടങ്ങുന്നത്. അതെ അതെ അതെ. അതിനിടയ്ക്ക് സംസാരിച്ച് പറയേണ്ടായി സെലക്ഷൻ ഡയറക്റ്റ് കിട്ടിയതാണ്. അത്രയും 3 MA ഉണ്ടെന്നൊക്കെ അതുകൊണ്ടോ അത്രയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്രമാത്രം ഈ കാളകളെയും ആ സംസ്കാരത്തെയും പരിപാലിച്ചുകൊണ്ട് പോകുന്നതിന് കാരണമുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത്, എന്റെ അച്ഛനും എന്റെ അച്ഛൻ്റെ അച്ഛനും അതിന് ഞങ്ങളുടെ അച്ഛനും കാർഷിക കുടുംബത്തിൽ, പേരുകേട്ട കാർഷിക കുടുംബത്തിൽ ജനിച്ച നിലം കൃഷിയും മറ്റു കാര്യങ്ങളുമുള്ള വളരെ വിശാലമായ ഒരു കുടുംബത്തിൽ അംഗമാണ്. എട്ടുവീട്ടി കുടുംബം. ഞാനിന്ന് ഒരു കുടുംബയോഗത്തിന്റെ പ്രസിഡന്റാണ്. 580 വീട്ടുകാർ എന്റെ കുടുംബയോഗത്തിലുണ്ട്. എന്റെ മുഖത്തുള്ള 8 വീട്ടിൽ കുന്നംകുടി കുടുംബം എന്ന് പറയുന്നത് എന്റേതാണ്. അതിന്റെ പ്രസിഡന്റായിട്ട് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഞാനിതിൽ ജനിച്ചു വളർന്നവനാണ്. 7 വയസ്സ് പ്രായമുള്ള സമയത്ത് തൊടുപുഴക്കാര് ഇരുമ്പ് കലപ്പ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മരക്കലപ്പ എന്ന് പറയുന്ന ഒരു സാധനമായിരുന്നു ഉള്ളത്. അതിന് വളരെ ഹൈറ്റുള്ള ഒരു സാധനമായിരുന്നു. ജോൺ ചേട്ടനൊക്കെ അറിയാൻ പറ്റും. 7 വയസ്സ് എനിക്ക് പ്രായമുള്ളപ്പോൾ സ്വന്തമായിട്ട് 2 കാളെ നിലത്തിൽ വച്ചു കെട്ടിയിട്ട് കൂട്ടാൻ പ്രാപ്തിയുള്ളതായിരുന്നു. അപ്പൊ എന്റെ അച്ഛനെ എന്റെ ജോലിക്കാർ, മക്കളെ നെഞ്ചത്ത് എന്റെ കലപ്പയുടെ ഇടിക്കും, എന്നാലും ശരിയല്ലേ, ഉയരക്ഷി അന്ന് കുറവാന്നപ്പോൾ അതിന്റെ മുകളിൽ കയറി കൂട്ടിയിട്ടുള്ളതാണ്. ആ പാരന്റ് ഞാൻ ഡിഗ്രിക്ക് ഫൈനൽ ഇയർ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ എന്റെ വാതുക്കൽ ഒരു 70 സെന്റ് നില ഒത്ത നടിയിൽ വെച്ചിരിക്കുക. അപ്പൊ എന്റെ വീട്ടിൽ നിൽക്കുന്ന കാളെ എന്റെ ഒരു ജോലിക്കാരനുണ്ടാവും, അവന് കലശലായ പണി അടിയിലും എല്ലാം ജയിച്ചിട്ട് എനിക്ക് ഡിഗ്രിക്ക് പരീക്ഷ വെച്ചിട്ട് ഞാൻ എനിക്ക് കാളെ കൂട്ടി അടിച്ച് മറ്റാളുകളുണ്ട് എല്ലാ കാളെ വിളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയി പരീക്ഷ ചെയ്തു. കാരണം അത്രത്തോളം ഈ രംഗം സ്നേഹിക്കുകയും അതിനോട് കടപ്പെട്ടിരിക്കുന്ന കാക്കൂർ മാത്രമല്ല നടക്കാത്ത. പ്ലീസ്
1 minute. അവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാല് നമ്മുടെ അഫ്സാന പർവീൻ എന്ന് പറയുന്ന ജില്ലാ കളക്ടറായിരുന്നു കൊല്ലത്ത് ഒരു 1.5 വർഷം മുമ്പ് വരെ ഇരുന്നത്. ലേഡിയായി അവര് ട്രാൻസ്ഫർ ആയി. ഇപ്പൊ പുതിയൊരു ഞാൻ എന്റെ പഠിക്കൽ കത്തിക്കാകണം. 2024 നവംബർ മാസം 11-ാം തീയതി 2.5 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു മലമുടിയുടെ എല്ലാ ചുറ്റോട്ടങ്ങളും എല്ലാം ശരിയാക്കി 50 പേർക്ക് ചുറ്റും 5 പേർക്ക് ചികിത്സാ സഹായ ഫണ്ടും ഈ നവംബർ മാസം 10-ാം തീയതി രാത്രിയാകുമ്പോൾ സ്റ്റേ വരും. What can I do? എന്ന് പറഞ്ഞാല് 350 പേരുടെ ഭക്ഷണം പിന്നെ കറികള് എല്ലാം പ്രിപ്പയർ ചെയ്തു. പിന്നെ രാവിലെ അവര് ചോറ് ഇപ്പോഴ് തിരുവനന്തപുരം ജില്ലയിൽ ഈ 2024 7 മറുപടികളുണ്ട്. എണ്ണി ഞാൻ പറയാണ് 7 മറുപടികളുണ്ട്. കൊല്ലം ജില്ലയിൽ ഈ 2025 ജനുവരി മാസം 5-ാം തീയതി കേളികൊട്ടുന്ന ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് അത് കഴിഞ്ഞിട്ട് ഈ മരമണി എന്ന് പറഞ്ഞ ഒരു സീസണൽ ഫെസ്റ്റിവലാണ്. അതെ എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിൽ മറുപടി തുടങ്ങുന്നത് എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം 15-ാം തീയതി തുടങ്ങി ഏതാണ്ട് നവംബർ മാസം അവസാനം ഡിസംബർ മാസം ഫസ്റ്റ് വീക്കോടുകൂടി സമാപിക്കുന്ന ഒരു സീസണൽ പ്രോഗ്രാം. അതിന് ഈ പാഡി ഫീൽഡ് ഏതാണ്ട് ഡിസംബർ കഴിഞ്ഞാൽ വെള്ളത്തിന് ഷോർട്ടേജ് ഉണ്ടാവും. വെള്ളം കിട്ടുക കേട്ടോ. പിന്നെ കനാല് പോകുന്ന KP കനാല് പോകുന്ന ഭാഗങ്ങളിൽ ഈ ജലത്തൊക്കെ കുറച്ച് വെള്ളം കിട്ടിയേക്കും. ഇത് നടത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇത്രയും നല്ല ഒരു പരിപാടി നടന്നതിനകത്ത് ഇവിടുത്തെ കാക്കൂർ കള്ള സമിതി ഇതിന്റെ കമ്മിറ്റികളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ വർഷവും നടക്കട്ടെ. എങ്കിലും പൂർണ്ണമായിട്ടല്ല കേരളത്തിലെ മറുപടി നാല് വിഭാഗത്തിലെ അല്ല അത് മത്സരം നടക്കുന്നത് രണ്ട് അത് ഞാൻ പറഞ്ഞത് ഇടത് കാളയ്ക്ക് കയർ ഉപയോഗിച്ചുകൊണ്ടുള്ള കയറിട്ടുകൊണ്ടുള്ള മത്സരം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് വേഗത അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അത് രണ്ട് കാളയ്ക്ക് കയർ ഉപയോഗിക്കാം.
പിന്നെ വേറൊരു മത്സരമുണ്ട്, അത് നെറിയെന്ന് പറയും. ഇപ്പൊ ഈ നെറിയുള്ളവരാരുമില്ല. അപ്പോ നെറിയെന്ന് പറയുന്നത് ഈ രണ്ട് കാളയ്ക്കും കയർ ഉപയോഗിക്കാൻ പാടില്ല. ഇത് ഫ്രീ ആയിട്ട് ഓടിയിട്ട് അത് ഫിനിഷിംഗ് പോയിന്റിൽ നാട്ടിയിരിക്കുന്ന പൊടിയിൽ അത് ടേൺ ചെയ്ത് ബ്ലാവാണ്. വെരി ഗുഡ്. അതിന് ബ്ലാവ് എന്നാ ഞാൻ പറയാം. ബ്ലാവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്നാണ് ഞാനത് ടേൺ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിഭാഗം. പിന്നെ ഏറ്റവും ലാസ്റ്റിൽ ഒരു വിഭാഗം മത്സരം നടക്കും. അത് ചാമ്പ്യൻ അറിയാൻ പറ്റും. അത് എല്ലാ വിഭാഗവും ചിലപ്പോൾ ചാമ്പ്യൻ ഉണ്ടാവും. ചാമ്പ്യനെ പങ്കെടുപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റം പങ്കെടുത്ത് സമ്മാനാർഹമായ 1, 2, 3 ജോഡികൾ മാത്രമേ ചാമ്പ്യന് പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് കേരളത്തിൽ നടക്കുന്ന മരമടി മത്സരം. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇടതുവശത്ത് കയർ ഉപയോഗിക്കുന്ന മത്സരം എന്ന് പറയുന്നത് ഇടതുവശം കയറിട്ടുകൊണ്ടുള്ള മത്സരം, അത് കയറിട്ടുകൊണ്ടുള്ള മത്സരം എന്നാണ് പറയുന്നത്. അതിന്റെ സെക്കൻഡ് കാറ്റഗറി വരുന്ന വേഗതയ്ക്കുള്ള മത്സരം. വേഗതയ്ക്ക് 2 വശത്തും കയർ ഉപയോഗിക്കും. 2 വശത്തും കയർ ഉപയോഗിക്കും. പക്ഷേ ഈ നെറിയെന്ന് പറഞ്ഞല്ലേ, ഞാൻ നെറിയില്ലെന്ന് പറഞ്ഞ നെറിയുടെ ഒരു മത്സരം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറെ കാലം കൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതാ ഞാൻ നെറിയില്ലെന്നൊക്കെ പറഞ്ഞതിന്റെ പിന്നെ അപ്പൊ അത് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് നടക്കുന്നതാണ് ചാമ്പ്യൻ. ചാമ്പ്യൻ മത്സരം എന്ന് പറയുന്നത് ഈ വിന്നേഴ്സ് ഉള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. 1, 2, 3 വിന്നേഴ്സ്. ഇതാണ് ക്യാമ്പിൽ പങ്കെടുക്കാം. ഇതാണ് നമ്മുടെ ഈ കേരളത്തിലെ. ഇന്നലെ അവിടെ നിന്ന് പോകുന്നതാണ്. കാക്കൂര് ശരിക്കും നിരോധനം നിരോധിക്കുന്ന ഒരു സ്ഥലമായിട്ടും നിങ്ങൾ ഇപ്പോഴും കാളയായിട്ട് കാക്കൂർക്ക് വരുന്നത് ഇതിനെ സ്നേഹിക്കുന്നുണ്ടാണ്. കാക്കൂർക്ക് തന്നെ ഈ പ്രസ്ഥാനത്തോടുള്ള സ്നേഹവും അതിന്റെ കൂടും കൊണ്ടാണ് വരുന്നത്. എനിക്ക് ഇവിടെ കാക്കൂർ വരുമ്പോ എനിക്ക് ഇവിടുന്ന് ചെലവഴിഞ്ഞു പോകുന്ന 6 ലക്ഷം രൂപയും ചെലവഴിഞ്ഞു പോകും. എങ്ങനെയാണ് അതാ ഞാൻ മുമ്പേ ചോദിച്ചത്. പോകുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, അടുത്ത വർഷം നടക്കും, അടുത്ത വർഷം നടക്കും. ആ ഒരു പ്രതീക്ഷയോടെയാണ് നമ്മളെപ്പോഴും പോകുന്നത്. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ഇത് ലാഭത്തിന് വേണ്ടി പോകുന്ന ലാഭത്തിന് വേണ്ടി പോകുന്ന പണിയല്ല. ഇത് ഉള്ളി മാനത്തിന് വേണ്ടി പോകുന്ന പണിയല്ല. എന്തെല്ലാം ബിസിനസ്സുകളുണ്ടെന്ന് നമ്മൾ അറിഞ്ഞൂടെ. എന്നെ മറുപടി പഠിപ്പിച്ച ഉമ്മടി ബാബുസാറ് അടുത്ത് എന്നെ വിളിച്ചിരുത്തി മനോടി എന്നെ പുള്ളിയാണ് എന്നെ മനോടിയോട് എല്ലാം പഠിപ്പിക്കുന്നത്. പറയുമ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ഏകവേ എനിക്ക് ഇത്രയൊക്കെ പ്രായമായി, 80 വയസ്സ് മേലായി, എനിക്ക് ഇത്രയൊക്കെ പ്രായമായി, ഏകത്തിന്റെ കാലത്ത് ഇത് അന്യം നിന്ന് പോവാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചാണ് എന്നെ മയക്കിയത്. അത്യാവശ്യമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അത്യാവശ്യം ഞങ്ങളെ ഒളിച്ചായാലും പാത്തായാലും എങ്ങനെയാണ് നടക്കും. പിന്നെ ഈ വേറൊരു കാര്യം കൂടി, മത്സരം നടക്കുമ്പോൾ ഒരു നാട്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്. മത്സരത്തോടനുബന്ധിച്ച് നിസ്സാര കാര്യങ്ങൾ തർക്കങ്ങളില്ല. അത് ഇതിനകത്ത് വരും. കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നിലത്തിൽ ഉണ്ടാകുന്ന ഒരു തർക്കം മാത്രമേ ഉള്ളൂ. കരയ്ക്ക് കയറുമ്പോൾ ആ വിഷയങ്ങൾ നിങ്ങൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. ചെറിയ തർക്കങ്ങൾ വിഷയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് അതിന് പവറുള്ള കമ്മിറ്റിയാണെങ്കിൽ മാന്യമായിട്ട് സോൾവ് ചെയ്ത് ആരുടെയും പ്രതിയുടെയും പരാതി പരിഹരിച്ച് കൊണ്ടുപോകും. ഇപ്പോ ഗവൺമെന്റിന്റെ ഓർഡിനൻസ് ഏറെക്കുറെ കിട്ടും എന്നാണ് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിയുടെയും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയുടെയും ചേംബറിൽ പേപ്പറ് ഓർഡിനൻസിന്റെ പേപ്പർ
ഇതൊക്കെ ഈ നാട്ടു കൊണ്ട് പറയാവുന്നുള്ളതല്ലാതെ ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള ഗവൺമെന്റ് അല്ല ഇന്ന് ഭരിക്കുന്നത്. അവർക്ക് അവരുടേതായ പിന്നെ ഒരു കാര്യം കൂടി യൂട്യൂബ് ചാനലുകളിലെ ഞാൻ പറഞ്ഞു കാർഷിക മേഖലയിൽ യാതൊരു താല്പര്യവുമില്ലാത്ത മന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോണ്ട് തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സംഭവം കേട്ടിട്ടുണ്ടോ? അവിടെ ജല്ലിക്കെട്ട് സുപ്രീം കോടതി നിരോധിച്ചു. തമിഴ്നാട്ടിൽ 5 വിദ്യാർത്ഥികൾ മറീന ബീച്ച് എന്ന് പറയുന്ന സ്ഥലം, ആദ്യം അവർ 3 പേരാണ്, പിന്നെ 2 പേർ കൂടി വന്നു. പിന്നെ അവിടെ വന്ന് എന്നിട്ട് അതിന്റെ 5ാമത്തെ ദിവസം ആയപ്പോൾ മറീന ബീച്ച് തിങ്ങിക്കവിയുന്ന ജനസമുദ്രം ഉണ്ടായി. അന്ന് സ്റ്റാലിൻ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആയിരിക്കാൻ അപ്പോഴത്തന്നെ ഓർഡിനൻസ് ഉണ്ടാക്കി സുപ്രീം കോടതിയുടെ കൊടുത്തു. അവിടെ ഇപ്പോ ഈ മകരമാസം 1-ാം തീയതി മലയാള കണക്കിനാണ് അവിടെ വരുന്നത്. മകരമാസം 1-ാം തീയതി അളകനല്ലൂരും പിന്നെ സ്ഥലങ്ങളെ അളകാനല്ലൂര് ജല്ലിക്കെട്ട് ഏറ്റവും ഫേമസ് ആയ ജല്ലിക്കെട്ടാണ്. പക്ഷേ ജല്ലിക്കെട്ട് ഞാൻ നല്ല ആവശ്യം ഞാൻ കത്തിച്ചത് ഞാൻ എടുത്തോ ജല്ലിക്കെട്ടിൽ പിന്നെ നല്ലതാണ്.